ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്ന പ്രതിപക്ഷവാദം എത്ര പൊള്ളയാണെന്ന് ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. എയിംസും അതിവേഗ റെയിൽ ഇടനാഴിയും ഒന്നും ലഭിച്ചില്ലെങ്കിലും കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന ലഭിച്ച ചിലതുണ്ട്. ഏതൊക്കെയെന്നോ? തേങ്ങയാമേ, കേരളത്തിലെ കടലാമ പരിചരണത്തിനൊക്കെ പ്രത്യേക സഹായമല്ലേ നൽകുന്നത്? എയിംസ് നൽകാത്തതിലൂടെ സത്യത്തിൽ കേരളത്തിലെ BJPയെ രക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. എയിംസ് ആലപ്പുഴയിലോ തൃശ്ശൂരിലോ വേണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട്. ഇവിടെ അത് നടന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും സുരേഷ് ഗോപി മലയാളികളെ വിരട്ടിയിരുന്നു. സുരേഷ് ഗോപിയുടെ നിലപാടിനൊപ്പം നിൽക്കാനാവില്ലെന്നായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞത്. എയിംസ് തിരുവനന്തപുരത്ത് വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. എന്നാൽ കാസർഗോഡ് വേണമെന്ന് ജില്ലാ നേതൃത്വം ആവശ്യമുന്നയിച്ചു. ഇതോടെ വെട്ടിലായിരിക്കുന്ന BJP നേതൃത്വത്തിന് എന്തായാലും എയിംസ് കേരളത്തിന് നിഷേധിച്ച് സഹായിച്ച നിർമ്മല സീതാരാമനോടുള്ള നന്ദി സംസ്ഥാന നേതൃത്വം ഒരിക്കലും മറക്കില്ല. കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം പിടിച്ച BJP നേതാക്കളുടെ തള്ള് ചെറുതൊന്നും ആയിരുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന നയം പ്രഖ്യാപിക്കാൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമത്രേ. ഉള്ളത് പറയണമല്ലോ, മോഡി എത്തിയത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ലെന്ന് മാത്രമല്ല, ത്രിപുരയെയും ബംഗാളിനെയും കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചാണ് പുള്ളി മടങ്ങിയത്. ഇതോടെ ബജറ്റിൽ കേന്ദ്രം കോർപ്പറേഷനായി എന്തോ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ സിറ്റി ഇക്കണോമിക് റീജിയൻസിന്റെ ടയർ 1, 2, 3 എന്നിവയിൽ ഒന്നിൽ പോലും തിരുവനന്തപുരം ഇടം പിടിച്ചിട്ടില്ല. ഇപ്പോൾ മലയാളികൾക്ക് ഒരു കാര്യം കൂടുതൽ മനസ്സിലായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും എല്ലാം വാക്ക് കേട്ട് എങ്ങാനും BJPക്ക് വോട്ട് ചെയ്താൽ കേന്ദ്രത്തിന്റെ അവഗണനയായിരിക്കും ഫലമെന്ന്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത.